വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26-27 തിരുവചനങ്ങൾ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഈ ദൈവവചന ഭാഗം ഇംഗ്ലീഷ് പരിഭാഷയിൽ 26-ഉം 27-ഉം വ്യത്യസ്തമായി കാണുന്നുവെങ്കിലും മലയാള പരിഭാഷയിൽ 26-27 അർത്ഥതലങ്ങളിൽ നോക്കുമ്പോൾ ഒരുമിച്ച് കൊടുക്കപ്പെട്ടിരിക്കുന്നതായിട്ട് തോന്നും. ആകയാൽ നാം ഇതിൻ്റെ 1-ാം ഭാഗമാണ് ഇപ്പോൾ ധ്യാനിക്കുന്നത്. 1-ാം ഭാഗത്തിലെ പ്രധാന പ്രതിപാദന വിഷയം 6-ാം മാസം ഗബ്രിയേൽ മാലാഖ നസ്രത്തിലെ ഗലീലിയിലെ നസ്രത്തിൽ കന്യകയായ വിവാഹ നിശ്ചയം കഴിഞ്ഞ മറിയത്തിൻ്റെ അടുക്കൽ അയക്കപ്പെടുന്നു. 6-ാം മാസം എന്ന് പറയുമ്പോൾ ഏതാണ് ഈ 6-ാം മാസം? 6-ാം മാസം സ്നാപക യോഹന്നാനെ എലിസബത്ത് ഉദരത്തിൽ വഹിച്ചതിൻ്റെ 6-ാം മാസമാണത്. അതായത് സക്കറിയ പുരോഹിതൻ പാപപരിഹാര ബലിയുടെ രക്തവുമായി അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച ആ ദിവസം മുതലുള്ള 6-ാം മാസം. അതങ്ങനെ ഈ പാപപരിഹാര ബലിയുടെ ദിവസം മുതലുള്ള 6-ാം മാസം വരെ നാം പരിഗണിക്കുമ്പോൾ അത് മാർച്ച് 25 എന്ന് വരും. മാർച്ച് 25 മുതൽ 9 മാസം കണക്ക് കൂട്ടിയാൽ ഡിസംബർ 25-ന് നമ്മുടെ കർത്താവിൻ്റെ ജനനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ക്രിസ്മസ് 25-ാം തീയതി ഡിസംബർ മാസത്തിൽ ആഘോഷിക്കപ്പെടുന്നത്. 1-ാമത്തെ കാര്യം. 2, ഗബ്രിയേൽ മാലാഖ ആണ് അയക്കപ്പെടുന്നത്. ഗബ്രിയേൽ മാലാഖ, ഗബ്രിയേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ശക്തി എന്നാണ്. നസ്രത്തിലേക്കാണ് അയക്കപ്പെടുന്നത്. നസ്രത്ത് എന്നാൽ വിശുദ്ധീകരിക്കപ്പെട്ടത്, മാറ്റിവെക്കപ്പെട്ടത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ട അഥവാ മാറ്റിവെക്കപ്പെട്ട ഒരു പട്ടണത്തിലേക്ക്, ഒരു സ്ഥലത്തേക്ക് ദൈവത്തിൻ്റെ ശക്തി അയക്കപ്പെടുന്നു. ജനിക്കാനിരിക്കുന്നവൻ അത്യുന്നതനാണ്. ദൈവത്തിൻ്റെ ശക്തിയാലാണ് അവൻ അവിടെ വരുന്നത്, മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നത്, മംഗളവാർത്ത അറിയിക്കപ്പെടുന്നത്. സ്ഥലം പ്രധാനപ്പെട്ടതാണ്, വരുന്ന ദൂതൻ പ്രധാനപ്പെട്ടതാണ്, മംഗളവാർത്ത പ്രധാനപ്പെട്ടതാണ്, അത് ശ്രവിക്കുന്ന സ്ത്രീയും പ്രധാനപ്പെട്ടതാണ്. ഇതിൽ പ്രധാനമായ കാര്യങ്ങൾ പ്രതിപാദനം ദൈവശക്തിയും വിശുദ്ധിയുമാണ്. അഥവാ വിശുദ്ധീകരിക്കപ്പെട്ട, സമർപ്പിക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട ഒരു പട്ടണത്തിൽ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു കന്യകയുടെ അടുത്തേക്ക് മംഗളവാർത്തയുമായിട്ട് ഒരു ദൂതൻ എത്തുന്നു. അതെന്നാണ്? 6-ാം മാസത്തിൽ മാർച്ച് 25-ാം തീയതി. അന്ന് എന്തുകൊണ്ടാണ് എത്തുന്നത്? എങ്ങനെയാണ് ഈ മാർച്ച് 25 കിട്ടുന്നത്? അത് സക്കറിയ പാപപരിഹാര ബലിയുടെ ഡേ ഓഫ് അറ്റോൺമെന്റ്, ആ വർഷത്തെ പാപപരിഹാര ബലിയുടെ ദിവസം മുതൽ 6-ാം മാസം കണക്ക് കൂട്ടുമ്പോൾ മാർച്ച് 25 വരുന്നു. അങ്ങനെയാണെങ്കിൽ മാർച്ച് 25 മുതൽ 9 മാസങ്ങൾ കണക്ക് കൂട്ടിയാൽ ഡിസംബർ 25 വരും. നമ്മുടെ കർത്താവിൻ്റെ ജനനം ഡിസംബർ 25 എന്ന തീയതി നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു.